അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസിലുള്ള അടുത്ത ഒരു നുണയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു നുണ എന്ന് പറയുന്നത് പലപ്പോഴും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളെല്ലാം വളരെയധികം പ്രചരിപ്പിക്കപ്പെടുകയും ഒരുപാട് ആളുകൾ അയക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു നുണയാണ്. അത് പലപ്പോഴും നാസ്തികരായ ആളുകളും അല്ലാത്തവരും ഇസ്ലാം വിരോധികളായിട്ടുള്ള ആളുകളും എല്ലാം എടുത്തുപയോഗിക്കുന്ന ഒരു വലിയ ഒരു നുണ. ഒരിക്കലും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നുണ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു നുണയാണ് അത്. നിരന്തരം എല്ലാവരും ഉപയോഗിക്കാറുള്ള ഒരു നുണ തന്നെയാണ്. എങ്കിലും ഇവരിൽപ്പെട്ട ഒരു മതവിരോധം ഉപജീവനമാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെ അത് ഉപയോഗിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വീഡിയോ എല്ലാം അത് ഉപയോഗിക്കാറുണ്ട്. അത് ഒരു ക്ലബ് ഹൗസ് ഡിസ്കഷനിൽ അദ്ദേഹം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രം നമുക്ക് കാണാം. ജുവൈന, ഷറാഫ്, ലൈല, ലിയാഅത്ത്, ഖതീലത്ത്, സൗദ, ഉമാമ, അസ്മാ, സഫിയ, അങ്ങനെ മൊത്തം 44 ചേർഗേൾസ്. ഇത് ഈ പുസ്തകത്തിൽ നിന്നാണ് എടുത്തത്. KV സയ്യിദ് മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ സന്മാർഗവും സാമൂഹ്യ നീതിയും ഇസ്ലാമിൽ എന്ന് പറയുന്ന പുസ്തകത്തിലെ 18 മുതൽ 20 വരെ പേജ് അതിൽ നിന്ന് എടുത്തതാണ്. ആർക്കെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കാം. അതിന്റെ മറ്റ് സോഴ്സസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കേട്ടില്ലേ? അപ്പോൾ മുഹമ്മദ് നബിയുടെ 44 ലൈംഗിക പങ്കാളികൾ എന്ന് പറഞ്ഞ് പല ആളുകളും വാട്സപ്പിൽ അയക്കുന്ന ഇതാണ്. അതേപോലെ തന്നെ നിരന്തരം ഇത്തരം ആളുകൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണിത്. എന്നിട്ട് അതിൻ്റെ 44 ആളുകളുടെ പേര് വായിച്ചിട്ട് അത് പൂർണ്ണമായി റെഫറൻസോട് കൂടിയാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ വെറുതെ പറയുന്നില്ല. റെഫറൻസോട് കൂടി മാത്രമേ ഞങ്ങൾ പറയുള്ളൂ. എന്നിട്ട് പറയാണ് സന്മാർഗവും സാമൂഹിക ജീവിതവും KV സയ്യിദ് മുഹമ്മദ്. അപ്പോൾ ശരിക്ക് എനിക്കൊരാൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, ഈ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട്, ഈ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട്. അപ്പോൾ ഏതൊരു സയ്യിദ് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എന്തുണ്ട്, 44 മുഹമ്മദ് നബിയുടെ 44 ലൈംഗിക പങ്കാളികൾ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ആധികാരികമായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ KV സയ്യിദ് മുഹമ്മദിൻ്റെ ഒരു പുസ്തകമാണ് വേറെ റെഫറൻസ്. അപ്പോൾ സയ്യിദ് മുഹമ്മദ് ആനക്കയം എന്ന് പറയുന്നത് വളരെ കാലം മുമ്പ് തന്നെ കാപ്പാട് അബ്ദുൽ അലി, സയ്യിദ് മുഹമ്മദ് ആനക്കയം ഇങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് യുക്തിവാദികളായിട്ട് നടന്നിരുന്ന, യുക്തിവാദത്തിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ഒരാളും കേട്ടോ. പക്ഷെ പിൽക്കാലത്ത് അദ്ദേഹം വിശ്വാസിയായിക്കൊണ്ട് മരണപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹം പണ്ട് മുതലേ ഒരുപാട് അദ്ദേഹം ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ കൂടുതൽ പണം മുഴുവൻ കൂടുതലായിട്ട് ചിലവാക്കിയതൊക്കെ ഈ യുക്തിവാദ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഭയങ്കര പരുഷമായിട്ടുള്ള എഴുത്താണ്. പ്രവാചകനൊക്കെ കുറിച്ച് എഴുതുമ്പോഴൊക്കെ വളരെ പരുഷമായിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഇതിൽ ഒരു വലിയൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇവർ പലപ്പോഴും പല ആളുകളും ഒരു സയ്യിദിൻ്റെ പുസ്തകമാണ് അങ്ങനെ എന്തൊക്കെ വിചാരിച്ചു, സയ്യിദ് മുഹമ്മദ് എന്നാണ്. എന്തായാലും ആ സയ്യിദ് മുഹമ്മദിൻ്റെ ഒരു പുസ്തകം വളരെ ആധികാരികമായ ഒരു ഇസ്ലാമിക പുസ്തകത്തിന് റെഫറൻസ് കൊടുക്കുന്നു എന്ന രൂപത്തിലാണ് ഇവർ പറയാറുള്ളത്. യഥാർത്ഥത്തിലൊരു മതവിമർശകൻ എന്ന് പോലും പറഞ്ഞുകൂടാ, വളരെ ഹാർഷായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അടക്കം പുസ്തകം എഴുതുന്ന ഒരാളുടെ പുസ്തകത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഇവർ റെഫറൻസ് എടുത്ത് എഴുതുന്നത്. അപ്പോൾ പല ആളുകൾക്കും അത് അറിയില്ല. ഒരു മുസ്ലിം പുസ്തകം അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതൻ എഴുതിയ പുസ്തകം എന്ന രൂപത്തിലൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് അതിലുള്ള ഒരു കാര്യം. അപ്പോൾ ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു 10-50 വർഷമൊക്കെ കഴിഞ്ഞാൽ ഈ വീഡിയോ ചിലപ്പോൾ ഈ വീഡിയോ ആയിരിക്കും റെഫറൻസ് ആയിട്ട് കൊടുക്കാൻ. ആരിഫ് ഹുസൈൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മുസ്ലിം പണ്ഡിതനായ ആരിഫ് ഹുസൈൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം, എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും ഇതിലെന്ത് ക്രെഡിബിലിറ്റി ഉള്ളത് എന്നുള്ളതാണ്. പല ആളുകളും ഭയങ്കര ആധികാരികമായിട്ട് പറയുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഇദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഇത് എഴുതിയെന്ന് മാത്രമല്ല, ഇത് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ അദ്ദേഹം റെഫറൻസ് ആയിട്ട് പറയുന്നത് താരിഖുൽ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനനായ അലി ചമ്മാട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സയ്യിദ് മുഹമ്മദിനോട് ഡയറക്റ്റായിട്ട് തന്നെ അന്വേഷിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ പ്രചരിപ്പിക്കുന്നത് ലോകത്ത് തന്നെ ഒരാളും ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാനത് ശരിക്കും കണ്ടതാണ്, അവർ തമ്മിൽ സംസാരിക്കുന്ന കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അതിൽ കൃത്യമായി തന്നെ ഈ വിഷയം പറഞ്ഞിട്ട് ഈ 44 എന്നുള്ളത് നിങ്ങൾക്ക് എവിടെ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു ദയനീയ അവസ്ഥയായിരുന്നു സയ്യിദ് മുഹമ്മദ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗം നമ്മളൊന്ന് കാണുന്നതല്ലെന്ന് തോന്നുന്നുണ്ട്. അലി ചമ്മാട് ഇതിന് തെളിവ് എവിടെ എന്ന് ചോദിച്ച് ഈ മതവിമർശകനായിട്ടുള്ള ആളെ നേരിട്ട് കാണുകയും അദ്ദേഹത്തോട് ഈ തെളിവ് ചോദിക്കുകയും ചെയ്യുന്നൊരു ഭാഗം നമ്മൾ സന്മാർഗവും സാമൂഹ്യ നീതിയും ഇസ്ലാമിനും എന്നുള്ള പുസ്തകം ഇപ്പൊ അവൈലബിൾ ആണ്. പക്ഷെ അതിന്റെ PDF സാർ എനിക്ക് അയച്ചിട്ടുണ്ട്. സാർ എനിക്ക് വ്യക്തിപരമായി അയച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇതിന് വേണ്ടി പറഞ്ഞത്. സാറ് പറഞ്ഞത് 44 ആളുകളായിട്ട് മുഹമ്മദ് നബി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ്. അതിനുവേണ്ടി നമുക്ക് സാറ് പറയുന്നതിൽ ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ട്. ആ പുസ്തകത്തിലില്ല. ആ പുസ്തകത്തില് അങ്ങനില്ല. ഇവരെ അടിമകളുമായോ
അല്ലെങ്കിൽ ഈ മറ്റു സ്ത്രീകളുമായോ പ്രവാചകൻ ബന്ധപ്പെട്ടിട്ടില്ല, ലൈംഗിക ബന്ധപ്പെട്ടില്ല. സാറിന് എന്നോട് പറഞ്ഞത് മുഹമ്മദ് നബി 44 സ്ത്രീകളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ്. അവരുടെ പ്രശ്നം മുഹമ്മദ് നബി 44 സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. ദാനം ചെയ്ത് അവർ ബന്ധപ്പെട്ടിട്ടില്ല. ദാനം ചെയ്യുമ്പോ വേണ്ടെന്നാണ് സാറിന്റെ പുസ്തകം എഴുതി, ഞാനില്ലെന്ന് പറയേണ്ടത്. 44 സ്ത്രീകളായിട്ട് മുഹമ്മദ് നബി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ PDF യാതൊരു അടിസ്ഥാനമില്ലാതെ ഇന്നും പ്രചരിപ്പിച്ചു കൊടുക്കുന്നത്. യുക്തിവാദികൾ, നാസ്തികർ എന്ന് പറയുന്ന ആളുകൾ വളരെ വൃത്തിഹീനമായ രീതിയിൽ 1400 കൊല്ലം മുമ്പ് മരിച്ചുപോയ മുഹമ്മദിനെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് തോന്നിയാസം പറഞ്ഞുകൊണ്ട് ഇതിന് ബേസ് സാറാണ്. സാറിന്റെ കൃതിയിൽ വന്ന ബോധപൂർവം ചേർത്തതെന്ന് ഞാൻ പറയുന്നത് ഒരു പക്ഷേ അങ്ങയുടെ പഠനത്തിന്റെ ഭാഗമായി അങ്ങേക്ക് പറ്റിയൊരു അബദ്ധമായി അല്ല സർ. ഇപ്പൊ ഇവിടെ വീട്ടില് ഒരു പണിക്ക് വരുന്ന സ്ത്രീകളൊക്കെ ഇവിടെ നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക. ഈ പുസ്തകത്തിൽ എഴുതിച്ചിട്ട് സാറ് മനുഷ്യ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ സൈദുമോദാനക്കാട്ടിന്റെ ലൈംഗിക പങ്കാളികളാണെന്ന് ഞാൻ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? സാറിന്റെ പുസ്തകത്തിൽ 44 സ്ത്രീകളുമായി മുഹമ്മദ് നബി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ലൈംഗികമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞതിന് താരിഖുൽ ഇസ്ലാമാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞു. ഈ താരിഖുൽ ഇസ്ലാം പരിപൂർണമായി പരിശോധിച്ച്, കാരണം ഞാനിത് 84 വായിച്ച പുസ്തകമാണ്. ഇപ്പോഴല്ല 84 പുസ്തകം വായിച്ചതെന്ന് മാത്രമല്ല, സാർ എനിക്ക് PDF അയച്ചെന്ന സമയത്ത് തന്നെ ഞാൻ ആ പുസ്തകം തപ്പിയെടുത്ത് വായിച്ചു പരിപൂർണമായി പരിശോധിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് സാറിനോട് സംസാരിക്കാൻ വന്നത്. കാരണം ഇതൊരു കളവാണെന്ന് എനിക്ക് അന്നേ ബോധ്യമാണ്. മുഹമ്മദ് നബി 11 ഭാര്യമാരെ മാത്രമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാത്രമല്ല, മുഹമ്മദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ അനുവാദമില്ലാത്തതോ ആയ സ്ത്രീകൾ മാത്രമേ സ്പർശിച്ചിട്ടുള്ളൂ. ജീവിതത്തിൽ ഇങ്ങനെ സ്പർശിച്ചിട്ടുള്ളൂ. അവിടെയാണ് പോയത്. എന്നിട്ടാണ് ആ മനുഷ്യനെ കുറിച്ച് 44 സ്ത്രീകളെ കുറിച്ച് 44 സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് നമ്മൾ ആരോപിക്കുന്നേ. അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒരു അടിസ്ഥാനമില്ല. വളരെ സാറ് അതിനെ ഉദ്ധരിച്ച ഗ്രന്ഥത്തിൽ പറയുന്നു മുഹമ്മദ് നബി 19 സ്ത്രീകളിലേക്ക് ബന്ധപ്പെട്ടിട്ടില്ല. അടിമ സ്ത്രീകൾ അദ്ദേഹത്തിന് ഉണ്ടായിക്കോട്ടെ, അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് നമ്മളിങ്ങനെ ആരോപിക്കുക. അതിനാണ് നമ്മളടുത്ത് തെളിവുള്ളത്. ഒരു തെളിവില്ല. സാറ് പറഞ്ഞ ഈ താരിഖുൽ ഇസ്ലാം പരിപൂർണ്ണമാക്കി ഞാൻ പരിശോധിച്ചാ പറഞ്ഞത് അങ്ങനെ ആ പുസ്തകത്തിൽ ഈ പറഞ്ഞ സാധനങ്ങൾ പിന്നെ എങ്ങനെ ഈ പേരൊക്കെ ആ സാറ് പറയണോ? പേരുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. പേരുകൾ പറഞ്ഞു പോയത് മുഴുവൻ അത് ലൈംഗിക പങ്കാളികളാണെന്ന് സാറ് തെറ്റിദ്ധരിച്ച് കാണും, അല്ലെങ്കിൽ ബോധപൂർവ്വം എഴുതിക്കണം. അല്ല, അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ചെറിയൊരു ഉദാഹരണം പറയാം. എത്രത്തോളം ശ്രദ്ധാപൂർവമാണ് നാസ്തികര പുസ്തകങ്ങൾ എഴുതുന്നതിനെ. അല്ല, മലയാളത്തിലുള്ള ഒരു പുസ്തകമാണ് ഇതറിയാലോ. ഇത് ഞാന് 84-85 എനിക്ക് ആദ്യമായിട്ട് ഈ പുസ്തകം തന്നെയാണ്. 84-85 ഞാനിങ്ങനെ നോക്കി നോക്കിയിട്ട് പിന്നെ ഞാനൊരു പേജ് മാസം ആദ്യം തന്നെ വായിക്കുന്നുണ്ട്. ഇതിനു പുറമെ മാരിക, തുൽക്കിബിത്തിയ, റൈഹാന, സുലൈഖ തുടങ്ങി 4 വെള്ളാട്ടികൾ ലഭിക്കുന്നുണ്ടാവും. നീ പറഞ്ഞു കേട്ടോ, മാരിയ, തുൽക്കിബിത്തിയ, റൈഹാന, സുലൈഖ ഇടമാർക്ക് എഴുതിയതാണ്. അത് മാരിയ ഒരാളും തുൽക്കിബിത്തിയ ഒരാളും. എത്രത്തോളം സ്വഭാവപൂർവ്വമാണ് നമ്മള് അതെന്ത് സാറ് നോക്ക്. മാരിയ, തുൽക്കിബിത്തിയ എന്നീ 4 മാത്രല്ല, അങ്ങനെ പറ്റിയതാണെങ്കിൽ ഈ 4 പേര് കൂടെ പറയുന്നല്ലോ. ഇത്രയും അശ്രദ്ധയോടുകൂടിയാണ് ഇസ്ലാം വിമർശനത്തിന് ഇടമാർക്ക് വെച്ച്. പിന്നെ ഇടമാർഗോട് ഒരു ബുദ്ധിജീവിക്ക് അത്രയും പറ്റിയ സ്ഥിതിക്ക് സാറിന് എത്ര വലിയ വിഡിത്തം അപ്പൊ എന്താ ഇത് വെച്ചിട്ട് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചോ, ഇത് സാറിന് പറ്റിയൊരു അബദ്ധമാണെന്ന് ഞാൻ സാർ അംഗീകരിച്ച സ്ഥിതിക്ക് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും അന്നത്തെ ആ ഈ സാമൂഹ്യ നീതി എല്ലാം ഇന്നുള്ളത് നമുക്ക് വേറെ വിഷയമാണെങ്കിലും ഞാൻ ആ പുസ്തകം ഇപ്പൊ കയ്യിൽ പരിശോധന
അപ്പോൾ ഈ എഴുതിയ ആളെ നേരിട്ട് പോയി കാണുകയും അദ്ദേഹത്തോട് ഇതിന്റെ തെളിവ് ചോദിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആ തെളിവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇത്രയും ആധികാരികത ഇല്ലാത്തൊരു കാര്യമാണ് എന്ത് ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വിമർശനമായിട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതെ അതെ, ഇതൊക്കെ ആയിരിക്കും ഈ ഉറുമ്പിന്റെ വിഷയത്തിലൊക്കെ സംഭവിക്കുന്ന ഇതാണ്. കാരണം എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്കും ഇസ്ലാമിനെതിരെ എന്നത് കിട്ടി, പിന്നെ ഒന്നും അതിന്റെ എവിഡൻസ് ഒന്നും നോക്കണ്ടേ. ഇതേ പേര് കണ്ടപ്പോൾ എന്താണ് പറഞ്ഞതാണ്, ഒരു തട്ടിവിട്ടതാണ്, അതിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇസ്ലാമിനെതിരെയാണല്ലോ. അനുകൂലമാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കണം, എങ്ങനെയെങ്കിലും അതിനെ വിമർശിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. മറിച്ച് നെഗറ്റീവായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങൾ പറയണ്ടേ, അതിന്റെ ആധികാരികതയെ ഒന്നും നോക്കേണ്ടതില്ല. മാത്രമല്ല ഇതില് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇദ്ദേഹം പറയാൻ ശ്രമിച്ചത്, ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, താരിഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥത്തിലുണ്ട്. ഒന്നാമത്തെ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ താരിഖുൽ ഇസ്ലാമിന്റെ ആമുഖത്തിൽ തന്നെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇത് ആധികാരികമായി എല്ലാം പരിശോധിച്ച് പറയുന്ന ഒരു ഗ്രന്ഥമല്ല, ചരിത്രം അങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കലൊന്നും അല്ല, അതുകൊണ്ട് അത് അത്ര ആധികാരികമല്ല എന്ന് ആമുഖത്തിൽ തന്നെ സ്വയം പുസ്തകത്തിൽ തന്നെ പറഞ്ഞൊരു പുസ്തകമാണ് പറഞ്ഞാൽ താരിഖുൽ ഇസ്ലാം എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് എടുക്കുന്നത്. ഇനി എടുത്തതാണെങ്കിൽ തന്നെ എന്താണ് എന്നുള്ളത് നമുക്ക് ആ പുസ്തകത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതെ, താരിഖുൽ ഇസ്ലാമില് 19 മഹദികൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തിട്ട് പിന്നെ വിവാഹം ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ അങ്ങനെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകും. അപ്പം ഇതിലിങ്ങനെയാണ് വായിക്കാൻ പറ്റുക: തിരുമേനിയുമായി വിവാഹബന്ധം മാത്രം ഉണ്ടാവുകയോ വിവാഹബന്ധത്തിന്റെ സാഹചര്യം ഉണ്ടാവുകയോ ചെയ്ത 19 മഹദികളുടെ പേരുകൾ എടുത്തു പറയപ്പെട്ടിട്ടുണ്ട്. ഇതില് അവർ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് പറയാന്ന് വെച്ചാൽ, ഇവരിൽ ആരെങ്കിലും തിരുമേനിയുടെ ശയനീയ ശായിനികളായി ഇരുന്നിട്ടുണ്ട് എന്ന് ഖണ്ഡിതമായി പറയപ്പെട്ടിട്ടില്ല എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഇവിടെ ആരിഫ് പറഞ്ഞത് അതിന് നേരെ വിപരീതമാണ് ഇതിന്റെ യഥാർത്ഥ സോഴ്സ്. മൂപ്പർക്ക് ഇപ്പത്തെ താരിഖുൽ ഇസ്ലാം എന്നുള്ളതെന്ന് അറിയില്ല, ആരിഫിന് ഇത് അറിയില്ല. ആരിഫ് ഈ പുസ്തകം മാത്രമേ വായിച്ചിട്ടുള്ളൂ. സാധാരണ ഒരു നല്ല ഒരു പഠിതാവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ സോഴ്സ് പോയി പഠിക്കണം. വിക്കി ഇസ്ലാമിലും കൂടി ഇല്ലാത്തൊരു സാധനമാണല്ലത്. അപ്പൊ ഒന്ന് പഠിക്കണ്ടേ? അപ്പൊ അത് ചെയ്തിട്ടില്ല. എന്നിട്ട് അതിൽ അവർ എന്താ അവിടെ ആരിഫ് പറയുന്നത്, അതിന്റെ സോഴ്സുകൾ ആ ബുക്കിൽ പറയുന്നുണ്ട്. ആ സോഴ്സിലേക്ക് പോയപ്പോഴുള്ള സ്തുതിയാണ് ഈ പറഞ്ഞത്. ഇനി ഇതേ പുസ്തകത്തിൽ തന്നെ പിന്നെ തിരുമേനിയുടെ അടിമസ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതില് ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. സൽമ, ഉമുറാഫി, ഇങ്ങനെ തുടങ്ങി പിന്നെ 15ഓളം അടിമ സ്ത്രീകൾ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം എന്താണ്, ഇവരിൽ മാര്യത്ത്, റൈഹാനത്ത് എന്നിവർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഉൾപ്പെടുന്നു. മറ്റുള്ളവർ തിരുമേനിയാൽ സ്വതന്ത്രമാക്കപ്പെട്ടു. അപ്പൊ ഇതാണ് ഇതിന്റെ കോലം. 14 എണ്ണത്തിൽ 2 ആളുകൾ മാരിയത്ത് അതുപോലെ തന്നെ റൈഹാനത്ത് അവരെ റസൂല് വിവാഹം കഴിച്ചു, ബാക്കിയുള്ളവർ സ്വതന്ത്രരാക്കപ്പെട്ടു. അപ്പൊ അവിടെ തന്നെ എന്ത് 12 എണ്ണം ഒറ്റയടിക്ക് എന്തെങ്കിലും പോയി. അപ്പൊ ഈ പറഞ്ഞ ബാക്കി 12 അടക്കമുള്ള ലിസ്റ്റാണ് എന്ത് ചെയ്യുന്നത് നബിയുടെ ലൈംഗിക പങ്കാളികൾ. അതും നബിയുടെ അടിമകളെന്നോ അല്ലെങ്കിൽ പിന്നെ ഭാര്യമാർന്നോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെയും പറയാം. ഇത് അതുമല്ല, ലൈംഗിക പങ്കാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് ഈ പിന്നെ പറയുന്ന റെഫറൻസ് കെ.വി. സയ്യിദ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു മതവിമർശകന്റെ ഒരിക്കലും റെഫറൻസ് അല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം റെഫറൻസ് ആയിട്ട് പറഞ്ഞ താരിഖുൽ ഇസ്ലാം ആകട്ടെ അതും ആധികാരികമല്ല. നേരത്തെ പറഞ്ഞതടക്കം ഈ പറഞ്ഞ പേരുകളും അതൊന്നും ഒരിക്കലും ആധികാരിക റെഫറൻസുകളല്ല. അപ്പോൾ താരിഖുൽ ഇസ്ലാമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അത് ആധികാരികമല്ല എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ആ ആധികാരികമല്ലാത്ത താരിഖുൽ ഇസ്ലാമിൽ പോലും എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ നേരത്തെ പറഞ്ഞ പേരുകൾ 19 എന്ന് പറഞ്ഞ പേരുകൾ അവരുമായി ബന്ധമുണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അടിമ സ്ത്രീകളുടെ എണ്ണം പറഞ്ഞിട്ട് അതിൽ 2 പേരെ വിവാഹം കഴിച്ചു, ബാക്കിയുള്ളവരെല്ലാവരും സ്വതന്ത്രരാക്കി എന്നും പറയുന്നു. അപ്പോൾ ഇത്രയും കൃത്യമായി ഈ പറഞ്ഞ ആധികാരികമല്ല എന്ന് സ്വയം പറഞ്ഞ പുസ്തകത്തിൽ പോലും ഉള്ള റെഫറൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും വലിയ ഒരു നുണ പ്രചരിപ്പിക്കുന്നതാണ്. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് വളരെ വ്യാപകമായി കൊണ്ട് ഈ അടുത്ത് പോലും ഞാൻ കഴിഞ്ഞ മാസം അടക്കം ഒരു ഫേസ്ബുക്കിൽ ഒരാൾ ഇതേപോലെ ഭയങ്കര റെഫറൻസ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നമ്പർ 44 എണ്ണം എഴുതി മുഹമ്മദ് നബിയുടെ പങ്കാളികൾ, ലൈംഗിക പങ്കാളികൾ എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുക. ഇത് സ്ഥിരമായി എനിക്കൊക്കെ ഏകദേശം ഒരു 4-5 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇത് റെഫറൻസ് അല്ലേ, ഇതെന്തപ്പോൾ ചെയ്യുക, ഇതിനെന്താ മറുപടിയും ചോദിച്ചിട്ട് അയച്ചിട്ടുണ്ട്. അപ്പം അത്രമേൽ വലിയൊരു കളവ് അത്രമേൽ കൂടുതൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ് അതിൽ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, അതിൽ 12ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലേക്ക് വരുന്നുണ്ട്, അഥവാ യുദ്ധത്തിലൂടെ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പം അത്രയും അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരെയും സ്വതന്ത്രമാക്കുകയാണെന്നുള്ളൊരു പോസിറ്റീവ് കാര്യം കൂടി അതിലുണ്ട്. നെഗറ്റീവിനെ കൂടി കൊണ്ടുവന്നത് പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ. ഇതിലുള്ളൊരു വിഷയം എന്താ പറയുക, ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഇവർക്ക് എന്ത്
നെഗറ്റീവാണ് അതിലുള്ളത്. ഈ പറയപ്പെടാൻ ഇവർക്ക് അനന്തമായിക്കൊണ്ട് എത്ര വിവാഹമല്ല അല്ല വിവാഹം പറ്റില്ല, വിവാഹം പറ്റില്ല, വിവാഹം മാത്രം പറ്റില്ല, വിവാഹം ഒന്നേ പറ്റുള്ളൂ, വേറെന്തും നമുക്ക് എത്ര എവിടെയെങ്കിലും ആവാം എന്ന് പറയുന്ന ആളുകളാണല്ലോ. സ്വതന്ത്ര ലൈംഗികതയെ ഇത്രമാത്രം മാർക്കറ്റ് ചെയ്തിട്ടുള്ള ആളാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ആരിഫ് അടക്കമുള്ള ആളുകൾ. അതെ അതെ. ഇത് മാത്രമല്ല ഇവര് എഴുതി വെച്ചിട്ട് പോലും ഉണ്ട്. യുക്തിവിചാരം 2011 പിന്നെ യുക്തിവിചാരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, യുക്തിവാദി സംഘത്തിലെ അംഗങ്ങൾക്കിടയിൽ ലൈംഗിക നിയന്ത്രണങ്ങൾ ഒന്നും പാടില്ല, ഭാര്യ ഭർത്താവ് തുടങ്ങിയ ഏർപ്പാടുകളൊക്കെ വേണ്ടെന്ന് വെക്കണം, പിന്നെ വിവാഹം കഴിക്കുന്നതുവരെ ലൈംഗിക ബന്ധം പാടില്ലെന്ന് കുട്ടികൾക്ക് നിയന്ത്രണം വെക്കരുത്. ഇതൊക്കെ എഴുതി വെച്ച ആളുകളാണ്. ഒരു നിയന്ത്രണവും പാടില്ല എന്ന് എഴുതി വെച്ച് അത് പിന്നെ യുക്തിവാദി സംഘത്തിലെ അംഗങ്ങൾക്ക് അങ്ങനെ ഒരു നിയന്ത്രണവും പാടില്ല എന്ന് എഴുതി വെക്കുന്ന ആളുകളാണ് എന്ത് പറയുന്നത്. ഇവിടെ മുഹമ്മദ് നബിക്ക് 44 ഉണ്ട്. ഇപ്പം 44 എന്ന് പറയുന്നത് മഹാക്കളവാണെന്ന് തെളിഞ്ഞു. 44 ഉണ്ടെങ്കിൽ തന്നെ പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധം നിങ്ങൾക്ക് എവിടെ തെറ്റാവുന്നത് എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും യുക്തിവിചാരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഖുർആനല്ല, ഞങ്ങളുടെ പിന്നെ പ്രമാണമല്ല എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ശരി നിങ്ങൾക്ക് എന്താ പ്രമാണം ഉള്ളത് അല്ലെ, അവരെ നിങ്ങളുടെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മൊറാലിറ്റിയുടെ ബേസ് അനുസരിച്ച് എന്ത് കാര്യമാണ് തെറ്റാവുക. നിങ്ങൾ പലപ്പോഴും പറയുന്നത് പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നിയന്ത്രണവും ഇല്ല എന്നുള്ളത് തന്നെയാണല്ലോ വരിക. അപ്പോൾ അതിൽ എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഗ്രൗണ്ടിൽ എന്താണ് വിമർശിക്കാനുള്ളത് എന്നുള്ള ഒരു കാര്യം ഇസ്ലാമിന്റെ ഗ്രൗണ്ടിൽ നിന്നാണെങ്കിൽ അതിന്റെ ആ ഒരു നുണ വളരെ കൃത്യമായി കൊണ്ട് തന്നെ പൊളിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, ഇപ്പം പലപ്പോഴും പറയാറുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ തന്നെ ഒന്നിലധികം വിവാഹം കഴിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ എന്നുള്ളതാണ്. എന്നാൽ ഇവരുടെ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഇവരുടെ പല രാജ്യങ്ങളിലും ഒന്നിലധികം വിവാഹം കഴിക്കുന്നത് ഇല്ലീഗലാണ്. പക്ഷെ അവിടെ എത്ര ഗേൾ ഫ്രണ്ട്സ് വേണമെങ്കിലും ആവാം, എത്ര സെക്ഷൽ പാർട്ട്നേഴ്സ് ഇവർ പറഞ്ഞ ലൈംഗിക പങ്കാളികൾ എത്ര വേണമെങ്കിലും ആവാം എന്നുള്ളതാണ്. അത് റെസ്ട്രിക്ഷൻ അല്ല. നമുക്ക് പിന്നെ ലീഗലൈസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ തന്നെ സൗദി അറേബ്യ പോലെ രാജ്യങ്ങളിൽ തന്നെ 4 എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട്. ഇവർക്ക് ആ ലിമിറ്റ് പോലും ഇല്ല, എത്ര വേണമെങ്കിലും ആവാം എന്നുള്ളതാണ്. പക്ഷെ വിവാഹം ചെയ്താൽ അത് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര തെറ്റാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ എത്ര ലൈംഗിക പങ്കാളികൾ എത്ര വേണമെങ്കിലും ആവാം. വിവാഹം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതൊന്നും പറ്റൂല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണിന് പ്രത്യേകിച്ച് ആണിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് അർത്ഥത്തിൽ എന്ത് ചെയ്യണം, അതിനൊരു നിയന്ത്രണം ഇല്ല എന്ന് പറയുന്ന ആ ഒരു ധാർമ്മികതയുടെ ബേസിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൊണ്ടുവരുന്നത്. അതാകട്ടെ ഏറ്റവും വലിയ പച്ചക്കളവ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള അത്രയും വലിയ കളവുകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. കൃത്യമായി നിങ്ങൾ പറയുന്ന റെഫറൻസ് അതൊരു മതവിരുദ്ധൻ്റെതാണ്. നിങ്ങളെപ്പോലെ മതവിരുദ്ധത പിന്നെ കൊണ്ടു നടന്നിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അവസാനം വിശ്വാസിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയില്ല. അപ്പോൾ ഏതായാലും ആ രൂപത്തിലുള്ള ഒരു വ്യക്തിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തോട് നേരിട്ട് പോയി അതിൻ്റെ റെഫറൻസ് ചോദിച്ചു. അദ്ദേഹത്തിന് പറയാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം അവലംബമാക്കി എന്ന് പറയുന്ന ഗ്രന്ഥമടക്കം നമ്മൾ നോക്കി, അവിടെയും നിങ്ങൾ പറഞ്ഞതിന് നേരെ വിരുദ്ധമാണുള്ളത്. ആ ഗ്രന്ഥത്തിലടക്കം അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തിയിട്ടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിരിക്കെ ഈ നുണ ഇനിയും പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സ്വന്തത്തോടൊന്ന് ആത്മാർത്ഥതയുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ എന്താണെങ്കിലും നമുക്ക് എന്താണ് ധാർമ്മികത പറ്റിയ കാര്യങ്ങളൊന്നും ഇല്ല, ഞങ്ങളെ പോലെ തന്നെയാണ് നിങ്ങൾ എന്ന് കാണിക്കാനുള്ള ഒരു വെപ്രാളമാണെന്ന് തോന്നുന്നു. അത് മാത്രമാണ് ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. എനിവേ അത് ഇവിടെ വിലപ്പോവില്ല. അത് കൃത്യമായിക്കൊണ്ട് തന്നെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അത് നുണയാണെന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് നുണകൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം.